This is the continuation of the earlier problem, that is, find four-step forms of the given function z of s is equal to s square plus 1 into s square plus 3 divided by s into s square plus 2 into s square plus 4. ഇവിടെ ഫോസ്റ്റർ ഫോം 2 ആണ് കണ്ടുപിടിക്കുന്നത്. ഫോസ്റ്റർ ഫോം 2 കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ ഓഫ് y of s ആണ്. നമുക്ക് തന്നെയാണ് ക്വസ്റ്റ്യൻ z of s ആണ്, നമുക്ക് പക്ഷെ y of s ന്റെ ഫോസ്റ്റർ ഫോമാണ് പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ ചെയ്താലാണ് നമുക്ക് ഫോസ്റ്റർ ഫോം 2 കിട്ടുക. അതിനായിട്ട് y of s is equal to 1 by z of s, അതായത് ഇതിന്റെ ഇൻവേഴ്സ് ആണ് y of s ആണ്. സോ ഇതിന്റെ ഡിനോമിനേറ്റർ ന്യൂമറേറ്ററും ന്യൂമറേറ്റർ ഡിനോമിനേറ്ററും, ദാറ്റ് is s into s square plus 2 into s square plus 4 divided by s square plus 1 into s square plus 3. ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആൻഡ് അഗെയിൻ ഇവിടെ റൂൾ സെയിം തന്നെയാണ്, അതായത് ന്യൂമറേറ്ററിന്റെ ഡിഗ്രി ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി ആയിട്ട് കമ്പയർ ചെയ്യുക. ഇവിടെ ന്യൂമറേറ്ററിന്റെ ഡിഗ്രി ഹയർ ദൻ ഡിനോമിനേറ്റർ ആണെങ്കിൽ ഡിവൈഡ് ചെയ്യണം, അല്ലെങ്കിൽ പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കണം. ഇവിടെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ എസ് സ്ക്വയർ എസ് റേസ് ടു 4 എസ് റേസ് ടു 5 ഉണ്ട്, വേറെ ഇവിടെ എസ് സ്ക്വയറും എസ് റേസ് ടു 4 ഉള്ളൂ. വിച്ച് മീൻസ് ഡിനോമിനേറ്റർ ഹാസ് ലോവർ ഡിഗ്രി വെൻ കമ്പയർഡ് ടു ന്യൂമറേറ്റർ. അതുകൊണ്ട് ഒരു വട്ടം ഡിവൈഡ് ചെയ്തേ പറ്റൂ. സോ അതാണ് ഇവിടെ എഴുതുന്നത്, ന്യൂമറേറ്റർ ഡിഗ്രി ഈസ് ഗ്രേറ്റർ ദൻ ഡിനോമിനേറ്റർ ഡിഗ്രി, ദെർഫോർ ഡിവൈഡ് വൺസ്. സോ എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ പോളിനോമിയൽക്ക് അത് ചെയ്യാനായിട്ട് ആദ്യം പോളിനോമിയൽക്ക് എക്സ്പാൻഡ് ചെയ്യുക. y of s is equal to s raised to 5 plus 6s cube plus 8s divided by s raised to 4 plus 4s square plus 3. ഈ ഫോമിലേക്ക് ആക്കി. ഇനി ഈ വാല്യൂ വെച്ച് ഇതിനെ ഞാൻ ഡിവൈഡ് ചെയ്യാണ്. അതാണ് ഇവിടെ ചെയ്തത്. s raised to 4 plus 4s square plus 3 എന്ന് ഞാൻ ഡിവൈഡ് ചെയ്തു, വെച്ചിട്ട് ഞാൻ ഡിവൈഡ് ചെയ്തു എന്തിന്, s raised to 5 plus 6s cube plus 8s. സോ ഒരു ടൈം എടുക്കുകയാണെങ്കിൽ ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് കണ്ടുപിടിക്കാനായിട്ട് s raised to 4 എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് s raised to 5 കിട്ടുക നോക്കുക. ദാറ്റ് വിൽ ബി x will be s raised to 5 by s raised to 4, ദാറ്റ് വിൽ ബി s. സോ ആ s ആണ് ഇവിടെ വന്നത്. ആൻഡ് ഇത് കിട്ടാനായിട്ട് എന്ത് ചെയ്യണം? ഇത് കിട്ടാനായിട്ട് ഈ s-നെ ഈ ഹോൾ ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഈ ഹോൾ ഫംഗ്ഷൻ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും, ദാറ്റ് വിൽ ബി s raised to 5 plus 4s cube plus 3s. അതാണ് ഇവിടെ വന്നത്, s raised to 5 plus 4s cube plus 3s. എന്നിട്ട് ഇതിനെ ഓരോന്നും സബ്ട്രാക്ട് ചെയ്യുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഇതും ക്യാൻസൽ ചെയ്ത് പോവും. ആൻഡ് s6s cube minus 4s cube is 2s cube, 8s minus 3s is 5s. സോ ഒരു വട്ടം ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ എഴുതാൻ പോകുന്ന ഫോം വിൽ ബി കോഷ്യന്റ് പ്ലസ് റിമൈൻഡർ ബൈ ഡിവൈസർ എന്നുള്ള ഫോമിലാണ് നമ്മൾ ചെയ്യുന്നത്. കോഷ്യൻ എന്ന് പറയുന്നത് ഇതാണ്. സോ എസ് പ്ലസ് റിമൈൻഡർ, ഇതാണ് റിമൈൻഡർ, ഡിവൈഡഡ് ബൈ ഡിവൈസർ, അതാണ് നമ്മൾ എഴുതുന്ന ഫോം. സോ y of s is equal to s plus 2s cube plus 5s by s raised to 4 plus 4s square plus 3. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ s cube ഇവിടെ s raised to 4 ആണ്. സോ ഇവിടെ ഈ ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ ന്യൂമറേറ്ററിന്റെ ഡിഗ്രി ഇസ് ലെസ് ദാൻ ഡിനോമിനേറ്ററിന്റെ ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കാൻ പറ്റും. സോ ഞാൻ അതിന് പാർഷ്യൽ ഫ്രാക്ഷൻ എടുക്കാൻ സൗകര്യത്തിന് ഞാൻ എന്ത് ചെയ്തു, ഇനി വീണ്ടും തിരിച്ച് റൂട്ട്സിന്റെ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. സോ ന്യൂമറേറ്റർ മാറ്റേണ്ട ആവശ്യമില്ല, 2s cube plus 5s എന്ന് ഇരുന്നോട്ട്, ഡിവൈഡ് ബൈ s square plus 1 into s square plus 3 എന്നുള്ള ഫോമിൽ. ആൻഡ് ദിസ് ഇസ് y1 of s plus y2 of s. സോ ഇതിനെ ഞാൻ y1 of s എന്ന് വിളിച്ചു, എന്തിനെ y2 of s എന്ന് വിളിച്ചു. ഇതാണ് y1 of s is equal to s, y2 of s is equal to 2s cube plus 5s by s square plus 1 into s square plus 3. ഇതിനെ ഞാൻ ഈ ഫോമിൽ എഴുതി, as plus by s square plus 1 plus bs by s square plus 3 എന്ന ഫോമിലേക്ക് ഞാൻ എഴുതി. സോ അതാണ്, അത്രയായിരുന്നു സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വൽ ഫംഗ്ഷനെയും ഞാൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലിമെന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ y of s നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ബിക്കം എ പാരലൽ ഫംഗ്ഷൻ. പാരലൽ ആയിട്ടാണ് നമ്മൾ, അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ എന്ന രീതിയിലാണ് നമ്മൾ വരയ്ക്കുക. സോ എസ് വിൽ ബി ഫോർ y of s. y of s s ആണെങ്കിൽ ദാറ്റ് വിൽ ബിക്കം എ കപ്പാസിറ്റർ ഹാവിംഗ് വാല്യൂ same as a coefficient of s. ഇവിടെ s ന്റെ coefficient 1 ആണ്. So this will become a capacitor having value 1 farad. Similarly, as plus 1 by s square plus 1 will become a combination of inductor and capacitor. നേരത്തെ z of s that was a parallel combination, ഇവിടെ വരാൻ പോകുന്ന സീരീസ് കോമ്പിനേഷൻ ആണ്. So this will become a series combination of inductor and capacitor. ഇതും will become a series combination of inductor and capacitor. And values കണ്ടുപിടിക്കുന്നത് സെയിം മെത്തേഡ് തന്നെയാണ്. ഇത് കറക്റ്റ് ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ മെത്തേഡ് അല്ല, പക്ഷെ ഈസി മെത്തേഡാണ്. ഞാൻ ചെയ്യുന്നതിൽ as by s square plus 1 as by s square plus as by 1 എന്നുള്ള ഫോമിൽ കിട്ടും. ഇവിടെ s ഉം ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ a by s എന്നുള്ള ഫോം കിട്ടി. ഇവിടെ y of s
is equal to a by s ആണ്. This will become the inductor having value s ന്റെ coefficient 1 ആണ്, so 1 by a. Inductor having value 1 by a, whereas this is capacitor. S ആണ് numerator ഉള്ളത്, so this will become capacitor having the coefficient a by 1, which is a. Similarly, bs by s square plus 3 നെ ഞാൻ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ bs by s square plus 3 will become bs by s square plus bs by 3. അല്ല, എസും എസും ക്യാൻസൽ ചെയ്ത് പോകണമെങ്കിൽ b by s വരും. So this will become an inductor having value 1 by b. 1 by b എന്നുള്ളത് കാരണം s ന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. 1 by b ആണ് വരാൻ പോകുന്ന ഇൻഡക്ടറിന്റെ വാല്യൂ. whereas this will become a capacitor having value b by 3 എന്ന് പറയുന്നത്. So total y of s will be 1 farad in parallel with, ശ്രദ്ധിക്കേണ്ടത് y ആഡ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് y1 of s plus y2 of s ആഡ് ചെയ്യുമ്പോൾ മറ്റൊരു z ആഡ് ചെയ്യുമ്പോൾ സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ ഇവിടെ ആഡ് ചെയ്യുന്ന പാരലൽ കോമ്പിനേഷൻ ആയിരിക്കും. സോ ദിസ് പാരലൽ ദിസ് ആണ് വരാൻ പോകുന്നത്. സോ അതുകൊണ്ട് ഫസ്റ്റ് ടേം 1 by ഇത് പാരലൽ ഇത് എന്നാണ് വരാൻ പോകുന്നത്. സോ 1 farad in parallel with ഈ കോമ്പിനേഷൻ 1 by a plus a in parallel with ഈ കോമ്പിനേഷൻ. സോ അതാണ് സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത്. ഇനി സ്റ്റെപ്പ് 3 പറയുന്നത് എൻ്റെയും ബിൻ്റെയും വാല്യൂ കണ്ടുപിടിക്കലാണ്. അതിനായിട്ട് എഗെയിൻ ഞാൻ എന്ത് ചെയ്തു, ഹോൾ ഫംഗ്ഷൻ എടുത്തു, ഈക്വൽ ടു ഹോൾ ഫംഗ്ഷൻ ഇൻ ദ സെൻസ് y1 of s. y1 of s ആണ് നമ്മൾ എടുത്തത്, y1 of s അല്ല y2 of s ആണ് നമ്മൾ എടുത്തത്. കാരണം y1 of s നമ്മൾ s എന്നായിട്ട് അസ്യൂം ചെയ്തു, y2 of s നെയാണ് നമ്മൾ ഈ ഫംഗ്ഷൻ ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. സോ y2 of s is equal to as by s square plus 1 plus bs by s square plus 3 എന്ന ഫോമുലാണ് എഴുതിയത്. അതിന്ന് a കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യും, ഇത് ഇല്ലാന്ന് തൽക്കാലം ഞാൻ അസ്യൂം ചെയ്യും. എന്നിട്ട് a വിൽ ബി ഈ ഫംഗ്ഷൻ ഡിനോമിനേറ്ററുള്ള ഫംഗ്ഷൻ ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എസിനെ തിരിച്ച് താഴേക്ക് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് s സ്ക്വയർ ഈക്വൽ ടു -1, അതായത് ഡിനോമിനേറ്ററുള്ള വാല്യൂ ഈക്വൽ ടു 0 കൊടുക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. സോ a വിൽ ബി s സ്ക്വയർ പ്ലസ് 1 ബൈ s ഇൻറ്റു ഇവിടെ ഞാൻ എസിനെ പുറത്തെടുത്തു. ദിസ് വിൽ ബി s ഇൻറ്റു 2s സ്ക്വയർ പ്ലസ് 5 എന്നുള്ള ഫോമിലാണ് വരാൻ പോകുന്നത്. ആ എസും ഈ എസും ക്യാൻസൽ ആയി പോയി. ആൻഡ് s സ്ക്വയർ പ്ലസ് 1ഉം ഇവിടുത്തെ s സ്ക്വയർ പ്ലസ് 1ഉം ക്യാൻസൽ ആയി പോയി. ആൻഡ് റിമൈനിങ് ടേമിലേക്ക് ഞാൻ എന്ത് ചെയ്തു, s സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 ടു ഓർ s സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു 0 ഓർ s സ്ക്വയർ എന്തായിരിക്കും, -1 ആയിരിക്കും. ആ വാല്യൂ ആണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സോ ഇവിടെ 2s സ്ക്വയറിന് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -2 പ്ലസ് 5 ഡിവൈഡഡ് ബൈ -1 പ്ലസ് 3. സോ ദിസ് വിൽ ബിക്കം 3/2. അങ്ങനെ എന്റെ വാല്യൂ 3/2 എന്ന് കിട്ടി. സിമിലർ മെത്തേഡ് അനുസരിച്ച് ബി വിൽ ബി എന്തായിരിക്കും, എ ഇല്ല എന്ന് അസ്യൂം ചെയ്യാം. സോ ബി വിൽ ബി s സ്ക്വയർ പ്ലസ് 3 ബൈ s ഇൻറ്റു ഈ ഫംഗ്ഷൻ തന്നെ y2 of s തന്നെ s ഇൻറ്റു 2s സ്ക്വയർ പ്ലസ് 5 ബൈ s സ്ക്വയർ പ്ലസ് 1 ഇൻറ്റു s സ്ക്വയർ പ്ലസ് 3. സോ s സ്ക്വയർ പ്ലസ് 3 s സ്ക്വയർ പ്ലസ് 3 ക്യാൻസൽ ചെയ്തു, എസും എസും ക്യാൻസൽ ചെയ്തു. റിമൈനിങ് ടേമിലേക്ക് എന്ത് ചെയ്യും, ഈ ഡിനോമിനേറ്റർ വാല്യൂ ഈക്വൽ ടു 0 എന്ന് ഞാൻ ഇട്ട് കൊടുക്കും. സോ s സ്ക്വയർ പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് ഞാൻ ഇട്ട് കൊടുക്കും, ഓർ s സ്ക്വയർ ഈക്വൽ ടു -3 എന്നുള്ള വാല്യൂ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും ഇവിടെ. സോ 2s സ്ക്വയർ വരുമ്പോൾ 2 ഇൻറ്റു -3 പ്ലസ് 5 ഡിവൈഡ് ബൈ s സ്ക്വയർ പ്ലസ് 1. സോ -3 പ്ലസ് 1, ദാറ്റ് വിൽ ബി -6 പ്ലസ് 5 ബൈ -2, that will be -1 divided by -2, that will be 1/2. So b ന്റെ വാല്യൂ 1/2 എന്ന് കിട്ടി. സോ നമ്മളിവിടെ ഓൾറെഡി ഡയഗ്രാം വരച്ചിട്ടുണ്ടായിരുന്നു. ഇനി എൻ്റെയും ബിൻ്റെയും വാല്യൂ ഞാൻ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് വരയ്ക്കാൻ പോവാണ്. ചുരുക്കണെങ്കിൽ 1 farad വ്യത്യാസം വരുന്നില്ല, പക്ഷേ ദിസ് ഇസ് 1 by a and a was 3/2. So this will become 2/3 Henry. Similarly this will be ന്റെ വാല്യൂ 3/2 ആണ്, സോ 3/2 farad വന്നു. ഇവിടെ 1 by b ആണ്, b 1/2 ആണ്, സോ അതിന്റെ ഇൻവേഴ്സ് വിൽ ബി 2 Henry. ആൻഡ് അടുത്തത് b/3 ആണ്, ആൻഡ് b was 1/2. സോ 1/2/3, that will be 1/6 farad. അതാണ് 1/6 farad ആണ് കേട്ടോ. ഇങ്ങനെയാണ് ഫോർസ്ഡ് ഫോം 2 ഓഫ് എ ഗിവൺ ഫംഗ്ഷൻ തരിക. സോ ഫോർസ്ഡ് ഫോം 2 കാണാനായിട്ട് z of s ആണ് തരണമെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് എടുത്ത് y of s ന്റെ പാർഷ്യൽ ഫ്രാക്ഷൻ എക്സ്പാൻഷൻ ആണ് ഫോർസ്ഡ് ഫോം 2 കണ്ടുപിടിക്കാനുള്ള മെത്തേഡ്.